സുപ്രീം കോടതിക്ക് തന്നെ വലിയ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത് നിസ്സാരക്കാരനല്ല. നമ്മുടെ മമ്മൂട്ടി അദ്ദേഹമൊക്കെ പോയി തൊഴുത ഇത്രയും വലിയ നീതിമാനില്ലെന്ന് ആഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ട നമ്മുടെ ജഗദീപ് ധൻഖറാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയുടെ 142 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂക്ലിയർ മിസൈൽ എഗൻസ്റ്റ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഓഫ് ദിസ് യൂണിയൻ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. സംഗതി ചൊടിപ്പിച്ചത് വേറൊന്നുമല്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭകൾ പാസാക്കി ബില്ലുകൾ അസൻറ്റിന് വേണ്ടിയിട്ട് ഗവർണർക്ക് ഒപ്പിടാനായി കൊടുക്കുമ്പോൾ, പണ്ടുകാലം മുതലേ ഈ രാജ്യത്ത് ഗവർണർമാരുണ്ടായിരുന്നു. ആ ഗവർണർമാർ അവരുടെ ജോലി നിർവഹിച്ചിരുന്നു. വെറുതെ ഒറ്റയ്ക്കും കറ്റയ്ക്കുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു പോന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ ബില്ലുകൾക്കൊന്നും അനുമതി കൊടുക്കില്ല. ഗവർണർ കയ്യിൽ വെച്ചേക്കും. എത്ര നാൾ വെച്ചേക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പം വരെ വെച്ചേക്കും എന്നതാണ് നയം. എന്നാൽ ഇതൊരു ജനാധിപത്യ പ്രക്രിയയിലൂടെ യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്ന ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ എല്ലാം കൂടി ഒരു യൂണിയനായ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന ഒരു ഭരണഘടനാ ബാധ്യതകൾ നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ പോസ്റ്റ് വേണോ വേണ്ടയോ എന്ന് ഒരുപാട് ചർച്ചകൾ നടന്നിട്ട് പിന്നിരുന്നോട്ടെ എന്ന് വെച്ച ഒരു പോസ്റ്റിൻ്റെ ഉടമയായ അല്ലെങ്കിൽ അത്തരമൊരു പദവിയിലുള്ള ഗവർണർക്ക് എത്ര നാൾ വേണമെങ്കിലും ഒരു ബില്ല് വെച്ചുകൊണ്ടിരിക്കാം. ആ ബില്ല് വെച്ചുകൊണ്ടിരുന്നാൽ ആരും ചോദ്യം ചെയ്തുകൂടാ. കേരളത്തിലൊക്കെ നമ്മുടെ ആരിഫൊക്കെ ഇരിക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു പരിപാടി. എന്താ അതിൻ്റെ ഒരു നടപടിക്രമം? മുൻകാലങ്ങളിൽ ഒരു ബില്ല് അയച്ചു കൊടുക്കുമ്പോൾ ഗവർണർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ശുപാർശയോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മടക്കാം. വീണ്ടും അതേ ബില്ല് തന്നെ എന്നാൽ പിന്നെ ഒപ്പിടുക മാത്രമേ നിർവാഹമുള്ളൂ. അത്രയേ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഗവർണർക്ക് സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളൂ. നിയമസഭയുള്ളപ്പോൾ, അല്ലെങ്കിൽ ഗവർണർ ഭരണത്തിലായിരിക്കണം ഒരു സ്റ്റേറ്റ്. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഉണ്ടാക്കുന്ന നിയമസഭയിൽ അതിന് ചുമതലപ്പെട്ട നിയമം ഉണ്ടാക്കി അയക്കുമ്പോൾ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദ് നമ്മുടെ തമിഴ്നാട്ടിലെ രവി അണ്ണനായിരുന്നു, രവി സാർ. പക്ഷേ സംഗതി തമിഴ്നാടാണ് എന്നുള്ള കാര്യം പുള്ളി മറന്നുപോയി. അവിടെ ഭരിക്കുന്നത് ആൺകുട്ടിയായ MK സ്റ്റാലിനാണെന്നും. ഏതാണ്ട് 10ഓളം ബില്ലുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചു. ഹൈക്കോടതിയിൽ പോയി, പിന്നെ സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോൾ ആർട്ടിക്കിൾ 142 ഉപയോഗിച്ച് സുപ്രീം കോടതി അതിനൊരു സമയപരിധി നിശ്ചയിച്ചു. ഗവർണർ ഇത്ര നാളിനകം മറുപടി കൊടുക്കണം. അതുപോലെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ പ്രസിഡൻറ്റ് ഇത്ര നാളിനകം അതിനൊരു സംഗതി കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും വളരെ മനോഹരമായി തലയിൽ താമസമുള്ള ആളുകളാണ് അത് ഫൈൻ ട്യൂൺ ചെയ്ത് അതിൻ്റെ അധികാര പരിധികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം 142 എന്ന് പറയുന്ന ക്ലോസ് സുപ്രീം കോടതിക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ സംഗതി. ആ ഭരണഘടനയാണ് പാർലമെൻറ്റ് രൂപീകരണത്തിനും മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും ഒക്കെ അതിൻ്റെ ടെന്യൂർ നിശ്ചയിക്കുന്നതിന്, അവരുടെ ഫംഗ്ഷൻ നിശ്ചയിക്കുന്നതിന്, സ്റ്റേറ്റ് എന്താണ്, യൂണിയൻ എന്താണ് എന്നൊക്കെ പറയുന്നതിന് കാരണമായിട്ടുള്ളത് ഇതേ ഭരണഘടനയാണ്. ഇതേ ഭരണഘടനയാണ് ഈ 142 കൊടുത്തത്. ആ 142 ക്ലോസിനെയാണ് ഉപരിസഭയുടെ അല്ലെങ്കിൽ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നൊക്കെ പറയുന്ന രാജ്യസഭയുടെ ചെയർമാനും രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ജഗദീപ് ധൻഖർ പറഞ്ഞത് 142 എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ മിസൈലാണത്രേ. എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് ചില കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരം നൽകുന്ന ഒരു സംഗതിയാണ്. ആരായി പറയുന്നത്? പശ്ചിമ ബംഗാളിൽ ഗവർണറായിരിക്കെ എന്താ പറയുന്നത്, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത്. ഇപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, BJPക്ക് വേണ്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഗവർണർമാരൊരു പ്രശ്നവുമില്ല, ഏത് ബില്ല് കൊടുത്താലും പാസ്സാക്കി കൊടുക്കും. അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് പോലും സെക്കൻഡറിയാണ്. പക്ഷേ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സ്ഥലത്ത് ഗവർണർമാരുണ്ടെങ്കിലും എല്ലാവരും അവരുടെ ഒരു ഇൻറ്റഗ്രിറ്റി ഒന്നും കളഞ്ഞു നിൽക്കില്ല. ചിലരെ ഉപയോഗിച്ച് ചില സംഗതികളിൽ കുടുക്കിടുക. ഇപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനൊരു സംസ്ഥാനത്തിൻ്റെ അഭിലാഷം എന്നുള്ള നിലയിലാണല്ലോ ഒരു സ്റ്റേറ്റ് സർക്കാർ ഉണ്ടാകുന്നത്, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാകുന്നത്.
ഈ അസംബ്ലി പാസ്സാക്കുന്ന ഒരു ബില്ലിന് അത് ഈ നടപടിക്ക് വേണ്ടി അയച്ചാൽ ഒന്നും മിണ്ടാതെ അതങ്ങ് 50 കൊല്ലം കയ്യിൽ വെച്ചിരുന്നാൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ ലെജിസ്ലേച്ചർ എന്തിനാണ് ബില്ല് ഫോം ചെയ്യുന്നത്? എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരം? യഥാർത്ഥത്തിൽ ഈ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ നമ്മളൊരു അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന അതിൻ്റെ ഒരു യൂണിയൻ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നതിനെ വളരെ ഭംഗിയായി സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും ഒക്കെ ഭരണഘടനയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഒരു സ്റ്റേറ്റും ഈ യൂണിയനും എന്ന് പറയുന്നത് ആരോഗ്യകരമായി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ അധികാരപരിധികൾ ലംഘിച്ചാൽ എന്താ സംഭവിക്കുക? ആ ബന്ധം ദുർബലമാവുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംഗതി തന്നെ ഈ പറയുന്ന തരത്തിലേക്കൊക്കെയും ഒരിക്കലും സംഭവിച്ചുകൂടാത്ത വിധം മാറുന്നതിന് കാരണമായി തീരും. ഇപ്പം തമിഴ്നാട് കണ്ടില്ലേ, ഒരു കമ്മീഷനെ വെച്ചിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം സ്വയം അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി ജഡ്ജിമാരെ അടക്കം ഒരു കമ്മിറ്റി വെച്ചിരിക്കുക. അതൊക്കെ ഒട്ടും ഗുണകരമായ കാര്യമല്ല. അങ്ങനെയൊന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ദുബൈ എന്നെങ്ങാണ്ട് പറയുന്ന ഒരു MP അദ്ദേഹവും കടന്നാക്രമിച്ചിരിക്കുന്നു സുപ്രീം കോടതിയെ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇനി സുപ്രീം കോടതിയെ കൂടി ഒന്ന് ശരിയാക്കണം. ഇതെല്ലാം പറയുമ്പോൾ ഈ രാമജന്മഭൂമി വിധിയൊക്കെ പ്രഖ്യാപിച്ച ജഡ്ജിയൊക്കെ രാജ്യസഭയിൽ ഇരിപ്പുണ്ട്. പുള്ളി ഇവിടെ ഇരിക്കുന്നത് പാർലമെൻറ്റും രാജ്യസഭയിലും തമ്മിലുള്ള ബന്ധം നെട്ടും ബോൾട്ടും ഇട്ട് മുറുക്കാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും പുള്ളി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് മുൻ ജഡ്ജിമാർ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അവിടെയാണ് സുപ്രീം കോടതിയെ ശരിയാക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിലൂടെ പുറത്തു വരുന്നത് ഈ ഭരണഘടനയെ ശരിയാക്കണം എന്നുള്ള ചിന്തയാണ്. കാരണം ഭരണഘടനയാണല്ലോ സുപ്രീം കോടതിക്ക് ഈ അധികാരം നൽകുന്നത്. നമ്മുടെ സുർജേവാല പറഞ്ഞതുപോലെ, കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ, ഇതൊരു ന്യൂക്ലിയർ മിസൈലാണ്. എന്തിനെതിരെ? ഏകാധിപത്യത്തിനെതിരെ, അനീതിക്കെതിരെ, നിയമവാഴ്ചയുടെ സുഖകരമായ നടത്തിപ്പിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ, അതുപോലെ രാജ്യത്തിൻ്റെ പരമാധികാരവും അത്തരം കാര്യങ്ങളും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെയൊക്കെയുള്ള ഒരു ന്യൂക്ലിയർ മിസൈലാണ് 142 എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ രാജ്യസഭാ വൈസ് ചെയർമാനെ പോലെ മുതിർന്ന ഒരാളും ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പോസ്റ്റിലിരിക്കുന്ന ഒരാളും ഇത്തരം പരാമർശങ്ങൾ എങ്ങനെ നടത്തുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്.